ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി ഉണ്ടായിട്ട് പോവാം. ജിമ്മി എടുത്തു വരാൻ തുടങ്ങി. ആദ്യം ഇടയുന്നു. എന്ത് പറ്റി? റോസിനോട് സംസാരിക്കണം. റോസ് സംസാരിച്ചു. രണ്ടുപേർ കപ്പിൾസ് ആണായിരുന്നു. എന്താ ആദ്യം പ്രൊപ്പോസ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തു. രണ്ടുപേർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ജിമ്മിനിക്ക് ഷോക്കായി. എന്താണ് നടക്കുന്നത്? അങ്ങനെ കൺഫ്യൂസ് തലതിരിഞ്ഞായിരുന്നു. അങ്ങനെ ഒരു ഗേൾ വന്നിരുന്നു, പേര് സോഫിയ. അങ്ങനെ PTS മെമ്പറിനെ പിടിച്ച് മെടുത്ത തുടങ്ങിയായിരുന്നു. നീ എന്നെ കല്ലിന് കഴിക്കണം, 7 പേര് വെട്ടിച്ച് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. ഹീറോയിൻ്റെ ഡാഡിക്ക് പറഞ്ഞു. അങ്ങനെ അവർ രക്ഷിച്ചു. അങ്ങനെ അവർ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇപ്പം എന്താ ചെയ്യാന്ന് ഒന്ന് ആലോചിച്ചൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് മാരേജ് കഴിക്കേണ്ട എയിമായിരുന്നു. അവർക്ക് ചെയ്യില്ലായിരുന്നു. അങ്ങനെ ആ പെണ്ണിന് അങ്ങനെ കഴിച്ചത്. ജയിക്ക് ആ പെണ്ണിനെ ഇടിച്ച എന്തടി നിന്നെ ഞാൻ കല്യാണം കഴിക്കാം, പോടി എന്ന് എൻ്റെ ആളും വീട് എനിക്കിന്ന് ഇഷ്ടമല്ല. അങ്ങനെ ജയിക്ക് അവർ അങ്ങനെ ആ ഗേള് പിടിച്ചിരുന്നു. അങ്ങനെ കൊണ്ട് നീ മോളെ ആദ്യം ഡേറ്റ് ഓക്കെ ആണോ? ഇല്ല ഡാഡ്, ആദ്യക്ക് ഓൾഡ് റോസിന് ഇഷ്ടമാണ്. അവർ രണ്ടുപേരും ലവ് ചെയ്യാം. ഇപ്പം എന്താ ചെയ്യാം? ഡേസ് മെമ്പർ പറയായിരുന്നു. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി. 47 പറഞ്ഞു. അങ്കിൾ ഞങ്ങൾക്ക് 7 പേർക്ക് 6 പറഞ്ഞു. 7 പേർക്ക് അവളെ ഇഷ്ടപ്പെട്ടു അങ്കിൾ, അതുകൊണ്ട് ഞങ്ങൾ തന്നെ അവളെ മാരേജ് കേട്ടാ എന്ന് 6 ചോദിച്ചു. ഇത് കേട്ട് ഷോക്കായി പോയി. അതൊക്കെ സാർ, നിങ്ങൾ 7 പേരാണ്. ഒന്നുമില്ല സാർ, ഞങ്ങൾ സ്നേഹിക്കണം, അതുകൊണ്ട് അതില്ല. ആദ്യം മാരേജ് കഴിപ്പിക്കലും പറഞ്ഞാൽ അത് റിയൽ മാരേജ് അല്ല, അതൊരു ഫേക്കാണ്. ഇത് കേട്ട് ഓട്ടിസം ഷോക്കായി. സാർ, നിങ്ങളോട് കുറച്ച് സംസാരിക്കോളൂ, നിങ്ങൾ സീക്രട്ട് ചെയ്യേണ്ടതാണ്. വാ എന്ന് PTS മെമ്പറിനെ എടുത്തുകൊണ്ട് ഗുരുജീനെ അടുത്ത് വന്നു. ഗുരുജി പറഞ്ഞു. എല്ലാ ലാംഗ്വേജ് അറിഞ്ഞു. ആ ഗുരുജി കൊറിയന് പറയാൻ തുടങ്ങി. നടന്ന കാര്യം എല്ലാം പറഞ്ഞു. ഇതൊരു ഷോക്കായി പോയി. 7 പേർ. എന്താ ഇവക്ക് പ്യൂ ജാസ്മിൻ 7 പേരാ? അത് അന്യോന്യം ഇരിക്കുന്നു അങ്ങനെ പറഞ്ഞു. അങ്ങനെയായിട്ട് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവളെ സീക്രട്ടാണ് മാരേജ് കഴിക്കുന്നതെന്നും പറഞ്ഞായിരുന്നു. അതൊക്കെ അങ്കിൾ, അതേ മോളെ മോനെ അത് അങ്ങനെ ജങ്കുക്കിന് ബ്ലഡ് അവിടെ ഉള്ള ഒരു ഇതിൽ വീണു. ഇത് പിന്നെ മിന്നും തുടങ്ങി ജങ്കുക്കിന് ബ്ലഡ്. അങ്ങനെ മിന്നായിരുന്നു. ഗുരുജിക്ക് ഷോക്കായി. ആരാ ബ്ലഡ്? ആരാ കൈ മുറിഞ്ഞു? ജങ്കുക്ക് അതിൻ്റെ കൈ. ഇതിട്ട് ഗുരുജി അവിടുന്ന് എണിച്ചിട്ട് ഷോക്കായി ജങ്കുക്കിനെ നോക്കാൻ തുടങ്ങി. അങ്ങനെ 7 പേരും നോക്കാൻ തുടങ്ങി. 7 പേർ. അപ്പോൾ ഗുരുജിക്ക് ഒരു ഡൗട്ട് വന്നു. ഗുരുജി, നിങ്ങൾ ഇടുന്നു വന്നത്? സർ ഗുരുജി, ഞങ്ങൾ ഇടുന്നു വന്നു. അതൊക്കെ ഷോക്കായി. ഇവർ വലിയ ഹട്ടിൽ. അങ്ങനെ ഗുരുജിക്ക് കുറച്ച് ഡൗട്ട് വന്നു. അങ്ങനെ എല്ലാവരും ബ്ലഡ് ഇതിലിടാൻ പറഞ്ഞു. അവിടുത്തെ ഒരു ടാറ്റോ, ബട്ടർഫ്ലൈ ടാറ്റോ, അതെ ഹീറോയ്ക്കുള്ളൂ. അത് അവളെ ബർത്ത് മാർക്കായിരുന്നു, ടാറ്റോ അല്ലായിരുന്നു. അത് കണ്ട് അവർക്ക് ഷോക്കായി പോയി. അങ്ങനെ അത് മിന്നാൻ തുടങ്ങി. ഇത് കണ്ട് ഗുരുജിക്ക് കൺഫ്യൂസായി. ഇങ്ങനെ ഗുരുജി കൺഫ്യൂസായി. നമുക്കൊരു ബുക്ക് കണ്ടു. അങ്ങനെ ആ ബുക്ക് എടുത്തു നോക്കാൻ തുടങ്ങി. അങ്ങനെ ഗുരുജി പറഞ്ഞു. നമുക്ക് ഷോക്കായി. എൻ്റെ പേര് എങ്ങനെ അറിയും? നിങ്ങളെ പേര് ഇതന്നല്ലേ എന്ന് പറഞ്ഞു. അവരുള്ള ഷോക്കായിട്ട് അതെ പറഞ്ഞു. അപ്പോൾ ഞാനാണ് ഇത്തരം നിങ്ങൾ തേടുന്ന. അതെ, ഇത്രയുമായി ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ സംഭവിക്കാൻ പോകുന്നു. ഇത് കുറിച്ച് ഡൗട്ട്. നിങ്ങളാണല്ലേ ബുക്ക്? അങ്ങനെ മാജിക് ആറാമിൻ്റെ കയ്യിൽ ബുക്ക് എടുത്തു. അങ്ങനെ ആ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു ഇന്ത്യൻ ഗേൾ, അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്, രാജകുമാരിയാണ്. മാജിക് പവർ ഹീറോയ്ക്ക് നിറയുണ്ട്. അങ്ങനെ PTS മെമ്പർ ഒരു രാജകുമാരൻ. രാജകുമാരൻ മാജിക് രാജ്യത്തിൻ രാജകുമാരാണ്. അങ്ങനെ ഹീറോയിൻ ഒരു ഇന്ത്യൻ ഗേൾ, ഹീറോമാർ ഒരു കൊറിയൻ രാജകുമാരി. അവർ ഇങ്ങനെ നാടെല്ലാം കഴിഞ്ഞ് ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോയിനെ കണ്ട് ലവ് ചെയ്തു. അവർ രണ്ടുപേരും ലവ് ചെയ്തു തുടങ്ങി. അതിൻ്റെ ഹീറോയിൻ്റെ നാട്ടിലോട്ട് രാജാവൊക്കെ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ സൺഡേ ആയിട്ട് രണ്ടുപേരും യുദ്ധത്തിൽ മരണപ്പെട്ടു. അതുകൊണ്ട് വില്ലൻ വന്നു. അതിൽ ഒരു പിരിഞ്ഞു. അതെ, നിങ്ങൾ ഇട്ട ജന്മം എടുത്തു, നിങ്ങളിപ്പോൾ വീണ്ടും ജനിച്ചത്. ഇത് കേട്ട് ആ ബുക്കിൻ്റെ ചിത്രം കണ്ട് ഷോക്കായി. ഇതെല്ലാവരും നോക്കി ഷോക്കായി. അങ്ങനെ അപ്പോൾ പറയാം അതെയാണ് ഇവളെ കാണുമ്പോൾ എനിക്ക് ഫീലിംഗ് വരുന്നത്. പറഞ്ഞായിരുന്നു.
ഞാൻ മുൾ സ്റ്റോറി ഞാൻ ഓൾറെഡി വായിച്ചു. ഇത് കേട്ട് ഷോക്കായി നോക്കും. അതെ, ഇവരുടെ വീട്ടിൽ ഞാൻ ബുക്ക് വായിച്ചു. അതെ, മാത്രം മീഡ് അത്ര ക്ലിയർ അല്ലായിരുന്നു. ഇപ്പോൾ എനിക്കെല്ലാം ഓർമ്മ വന്നു. അങ്ങനെ ആറാം പറഞ്ഞു. അങ്ങനെ കൊണ്ട് നിങ്ങൾ തന്നെ മാരേജ് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 7 പേര് ഈ ടൈം അപ്പോൾ മാരേജ് അവിടെ നടന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്നു. ഇത് കണ്ട് ഷോക്കായി. എന്തായിരുന്നു നടന്നത് ഇവിടെ? എന്തിനാ ഡാഡി വിളിച്ചോണ്ട് വന്ന് ഇവിടെ മാരേജ് ആയിരുന്നു? അതന്നെ അപ്പോൾ അവിടെ ഹീറോയിൻ വന്നായിരുന്നു. അങ്ങനെ യഥാർത്ഥ ഡാഡിനെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. ഡാഡി ഇവിടെ പറഞ്ഞ് കേട്ട് ഷോക്കായിരുന്നു. അങ്ങനെ അവിടെ തന്നെ മാരേജ് നടന്നു. അങ്ങനെ വീട്ടിൽ എന്താ എല്ലാവരും വേറെ റൂമിലാണ്. അയ്യോ റോസ്, ഹലോ എന്താ മച്ചി, എനിക്ക് കല്യാണം നടത്തും. ഓ കല്യാണം എന്താടി പറഞ്ഞേ? സത്യടി, ഈ അച്ഛൻ എന്ത് മണ്ടത്തിലും കാട്ടിയറില്ല. അവർ തന്നെ കല്യാണം ഞാൻ ഏതാ നിനക്ക് അവരെ പിടിക്കുമല്ലേ? എനിക്ക് പിടിച്ചെന്താ ചെയ്യുക? കല്യാണം അവർക്ക് തീർന്നു. ഇപ്പം മാജിക് യൂസ് ചെയ്ത് അങ്ങനെ ഗുരുജി കണ്ടുവന്ന് BTS മെമ്പർ അവിടേക്ക് ആ പ്ലേസിലേക്ക് പോയി. ഗുരുജി പറഞ്ഞു നിങ്ങൾ ആ പ്ലേസിലേക്ക് വരണം. അങ്ങനെ ഗുരുജി അതെ ഹീറോയും 7 പേര് പോയി. അവർ ഗുരുജിയും ഹീറോയിൻ്റെ ഡാഡിയും മമ്മി ആ പ്ലേസ് ഒരു ഗുഹയുള്ള പ്ലേസിലേക്ക് പോയി. ഡോർക്ക് നിങ്ങൾ 7 പേര് ഇവിടെ കൈ വെക്കാമെന്ന് പറഞ്ഞു വോയിസോട്. നീയും വെച്ചുമാന്ന് പറഞ്ഞു. ആ ഡോറ് തുറന്ന് അകത്ത് വന്നു. അങ്ങനെ അവിടെ ഇങ്ങനെ ഒരു ചതുരം പോലുണ്ട്. അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ല് ജിൻ ഫസ്റ്റ് പോയി നിന്നു. അങ്ങനെ ജിന്നക്ക് കല്ല് വന്ന് വാട്ടർ പവർ കല്ല്, അതെ ജിന്നിൻ്റെ പവർ, ഹീലിംഗ് പവർ, വാട്ടർ പവർ അത് വന്നു. കല്ല് വന്ന് ഇപ്പോൾ ജിന്നക്ക് ഫീൽ ആകാൻ തുടങ്ങി. ജിന്നിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ആകാൻ തുടങ്ങി. ഇത് കണ്ട് രാജ്കുമാർ എനിക്ക് ഡ്രസ്സ് മാറി. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ബാന്ന് വായി കൊടുക്കാൻ തുടങ്ങി. അതെ യുങ്കി ഷുഗർ പോകാൻ തുടങ്ങി. രണ്ടാമത്തെ രാജകുമാരൻ അങ്ങനെ ഷുഗർക്കും ഗെറ്റപ്പ് മാറങ്ങ്. എർത്ത് പവറാണ്. അങ്ങനെ ആറാം വന്നു. ആറാം മൈൻഡിങ് പവർ. ആറാമുക്ക് എല്ലാം കേൾക്കാൻ തുടങ്ങി. ആറാമുക്ക് ഷോക്ക്. അങ്ങനെ ജേഹൂപ്പ് ട്രീ പവർ. ജേഹൂപ്പ് വന്നു. ജേഹൂപ്പ് പവർ